പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന സകലത്തിലും നിന്നെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുമ്പോൾ എന്തിന് പ്രയാസപ്പെടണം? എന്തിന് ഭാരപ്പെടണം? നാം തൊടുന്ന എല്ലാറ്റിലും നാം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തത്തെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവമക്കളായിരിക്കുന്ന, ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം സ്നേഹിക്കുന്നതായ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹമാണിത്. ആവർത്തന പുസ്തകം 28:8 ഈ വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും നാം തൊടുന്നതായ, നാം എന്തിനൊക്കെ നാം തൊടുന്നുവോ അതെല്ലാം നമുക്ക് അവകാശമായി തീരും. നാം ഏതിനൊക്കെ നമ്മൾ ദൃഷ്ടി വയ്ക്കുന്നു അതെല്ലാം നമുക്ക് അവകാശമായി തീരും. ദൈവം നമ്മുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കരം ചലിപ്പിക്കുന്ന ഒരു വാക്യമാണത്. ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദത്തമാണ്. നാം തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. അതായത് നമ്മളെ സമൃദ്ധിയായി നമ്മളെ നിറയ്ക്കും. നമ്മുടെ ഭവനം സമൃദ്ധിയായി നിറയ്ക്കും. നമ്മുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളുടെ മേലും ദൈവം സമൃദ്ധി നൽകുമെന്നുള്ളത്. ദൈവമക്കളാണോ ദൈവം സമൃദ്ധിയാൽ നമ്മെ നിറയ്ക്കും. എന്നാൽ പരിശോധനകൾ കടന്നു വരും, പ്രതികൂലങ്ങൾ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരും. അതിലൊന്നും പതറാതെ ദൈവം ഈ നൽകിയിരിക്കുന്നതായ ഈ വാഗ്ദത്തത്തെ നാം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും, ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മുടെ കളപ്പുരകളെ നിറയ്ക്കും. ദൈവം നാം തൊടുന്നതെല്ലാം നമുക്ക് അവകാശമായി തരും എന്നുള്ള ആ വാഗ്ദത്തം നാം ആഗ്രഹിച്ചുകൊണ്ട് ഏത് കാര്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് നാം തൊടുന്നു അത് നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. നമുക്ക് ഒരു വസ്തു വാങ്ങിക്കണോ, ആ വസ്തുവിനെ നോക്കി ആ വസ്തുവിൽ ചെന്ന് ചവിട്ടി ഇട്ട് പറയുക, ഈ വസ്തു ദൈവം എനിക്ക് അവകാശമായി നൽകുമെന്ന്. അങ്ങനെ നാം ഏത് കാര്യമാകട്ടെ, സാമ്പത്തികമാകട്ടെ, നമ്മുടെ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുമെന്ന് നാം തൊട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. ദൈവം നമ്മളെ അത്ഭുതകരമായി വഴി നടത്തുവാനിടയായിത്തീരും. ദൈവമക്കളെ, ദൈവം ഓരോ ദിവസവും ഓരോ നിമിഷവും നടത്തുന്ന വിധങ്ങളെ നാം തന്നെ ചിന്തിക്കുമ്പോൾ, നാം പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും അതിശയിക്കാറില്ലേ? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇത് സംഭവിച്ചു, എവിടെ നിന്ന് ഇത് ലഭിച്ചു, നമുക്ക് ഒരു ചാൻസും ഇല്ലാതിരിക്കുമ്പോൾ, ലഭിക്കുവാൻ ഒരു ചാൻസും ഇല്ലാതിരിക്കുമ്പോൾ എവിടെ നിന്ന് ലഭിച്ചു എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിങ്ങൾ കാണാറില്ലേ? ദൈവം നമ്മെ വഴി നടത്തുന്ന വിധങ്ങൾ, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് നാം മറ്റാരെയും ദ്രോഹിക്കാതെ, മറ്റാരെയും വേദനിപ്പിക്കാതെ, മറ്റാരെയും പ്രയാസപ്പെടുത്താതെ നാം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന മക്കളായി, ദൈവ ഇഷ്ടം ചെയ്യുന്ന മക്കളായി, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ജീവിക്കുന്ന, മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി അവരുടെ ജീവിതത്തെ തകർക്കുവാൻ നോക്കാതെ, അവരെ നശിപ്പിക്കുവാൻ നോക്കാതെ, അവരുടെ കുടുംബത്തിൽ ഒരു അസമാധാനങ്ങൾ കൊണ്ടിടുവാൻ നോക്കാതെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കുവാനിടയായിത്തീരും. മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി കളിച്ച് അവരുടെ ജീവിതങ്ങളെ തകർത്തുകൊണ്ട്, അവരുടെ ആ സന്തോഷത്തെ തകർത്തുകൊണ്ട്, അവരുടെ കുടുംബത്തിലെ ചിലർ കുടുംബനാഥന്മാരെ കയ്യിലെടുത്തുകൊണ്ട്, ചിലർ കുടുംബനാഥകളെ കയ്യിലെടുത്തുകൊണ്ട് അവരുടെ കുടുംബത്തിൽ ഭിന്നതകൾ കൊണ്ടിട്ട്, മറ്റുള്ളവരുടെ കുടുംബങ്ങളിൽ ഭിന്നതകൾ കൊണ്ടിട്ട് അവരുടെ ഉള്ളിൽ തമ്മിൽ അടിയുണ്ടാക്കിയിട്ട് ആ കുടുംബജീവിതത്തിൻ്റെ സമാധാനത്തെ കെടുത്തിയിട്ട് അവിടെയുള്ള പുരുഷനെ തട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ അവിടെയുള്ള സ്ത്രീയെ തട്ടിയെടുക്കുകയോ ചെയ്തുകൊണ്ട് ആ ഒരു കുടുംബത്തിൽ കയറി കളിച്ചുകൊണ്ട് ജീവിക്കുന്ന പല വ്യക്തികളുമുണ്ട്. പക്ഷേ അങ്ങനെയല്ല നാം ജീവിക്കേണ്ടത്. നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, മറ്റാരെയും ദ്രോഹിക്കാതെ, മറ്റാരെയും പ്രയാസപ്പെടുത്താതെ, ദൈവകൽപ്പനകൾ മാത്രം അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ജീവിതത്തെ ദൈവത്തിൽ പ്രത്യാശ വച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും മറ്റുള്ളവരുടെ ലൈഫിനെ തകർക്കാതെ ഇരിക്കുകയും ചെയ്താൽ ദൈവം അനുഗ്രഹിക്കുവാനിടയെത്തീരും.
എന്നാൽ മറിച്ച് മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി കളിച്ചിട്ട് അവരുടെ ലൈഫിനെ സ്പോയിൽ ചെയ്തിട്ട് അവരുടെ മനസ്സമാധാനത്തെ സ്പോയിൽ ചെയ്തിട്ട് ഒരു കുടുംബത്തെ നശിപ്പിച്ചിട്ട് തനിക്ക് ഒന്നും നേടാമെന്ന് ആരും ചിന്തിക്കേണ്ട. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ തകർച്ചയിലോട്ട് പോകുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അവർക്ക് ചില സമയം ചിന്തിക്കും, അവർ വിചാരിക്കും അവരെന്തൊക്കെയൊക്കെയോ നേടിയെന്ന്. പക്ഷെ ഒരിക്കലുമില്ല. ദൈവം അത് ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല. ദൈവം അവരെ നശിപ്പിക്കും, ദൈവം അവരെ തകർക്കും. ദൈവം കുറച്ച് നാൾ നീട്ടിവിടും, എന്നിട്ട് അവരെ തകർക്കും. ചിലപ്പോൾ ചില ശിക്ഷകൾ ദൈവം കൊടുത്തിട്ട് പോലും അവർ പഠിക്കാതെ വീണ്ടും ആ കുടുംബത്തിൽ കളിച്ചുകൊണ്ടേയിരിക്കും, ആ കുടുംബത്തിൽ കയറി കളിച്ചുകൊണ്ടേയിരിക്കും. ആ കുടുംബത്തിൽ കളിക്കുന്ന അനുസരിച്ച് അവർക്ക് എന്തൊക്കെയൊക്കെയോ നേടി എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അല്ല, ദൈവത്തിൻ്റെ ശിക്ഷ, ഭാരമേറിയ കരം ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവമക്കളെ, നിങ്ങൾ ദൈവമക്കളാണ്. ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ആണ് ജീവിക്കുന്നത്, ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നു എങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. ഏത് ഭവനത്തിലാണോ ആ വ്യക്തികൾ കയറി കളിച്ചത്, ആ ഭവനത്തിലെ വ്യക്തി ജീവിതങ്ങൾ ആരാണോ അവർ കാരണം വേദനപ്പെടുന്നത്, ആ വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന, ദൈവത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റ് ആരാണോ അവരുടെ കുടുംബത്തെ തകർക്കുവാൻ നോക്കിയത്, അവരുടെ കുടുംബത്തിൽ കയറി കളിച്ചത്, ആ വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ ഭാരമേറിയ കരമിറങ്ങുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ ഭാരമേറിയ കരമിറങ്ങുവാനിടയായിത്തീരും. ഭാരമേറിയ കരമിറങ്ങിയാൽ പിന്നെ എന്തൊക്കെ ചെയ്താലും ഒരു ഉയർച്ചയും നന്മയും ഉണ്ടാകത്തില്ല. പക്ഷേ അവർ വിചാരിക്കും അവർ പലതും നേടിയെന്ന്. നഷ്ടങ്ങൾ വലിയ നഷ്ടം കടന്നു വന്നാൽ പോലും അതവർ നഷ്ടമാക്കി എടുക്കാതെ അവർക്ക് വളരെ സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ട് അവർ സ്വാതന്ത്ര്യം കിട്ടിയ ജീവിതം നയിക്കും. പക്ഷേ അല്ല, അവിടെ ദൈവത്തിൻ്റെ കരം ചലിക്കുവാൻ തുടങ്ങിയതാണ്. ദൈവം വീണ്ടും നോക്കും, നീ നേരെയാകൂലേ എന്ന്. നീ നേരെയാകുന്നില്ലെന്ന് കാണുമ്പോൾ മറ്റേ വ്യക്തിയുടെ കണ്ണുനീര് നിനക്ക് ശാപമായി തീരും. ആരുടെ കുടുംബത്തിലാണോ കയറി കളിച്ചിട്ട് ആ കുടുംബത്തിലെ ഏത് വ്യക്തി നിനക്കെതിരായി കരയുന്നുവോ, ദൈവസന്നിധിയിൽ കരയുന്നു, നിനക്ക് ശാപമായി തീരും. അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് പിന്നെ അതിൽ നിന്ന് അതിജീവിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ചലനമായിരിക്കും അവിടെ കടന്നു വരുന്നത്. അതുകൊണ്ട് ദൈവമക്കളുടെ കുടുംബങ്ങളിൽ കയറി കളിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അത് മതിയാക്കിയിട്ട് പിന്മാറി അതിൽ നിന്നെല്ലാം പിന്മാറി പോയിട്ട് ദൈവസന്നിധിയിൽ തൻ്റെ കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിന്നാൽ ദൈവത്തിൻ്റെ കോപം ഇറങ്ങാതിരിക്കും. അല്ലെങ്കിൽ ദൈവമക്കളായ വ്യക്തികൾ ദൈവസന്നിധിയിൽ ന്യായമായ കാര്യങ്ങൾക്ക് കരയുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് മറുപടികൾ ലഭിക്കാത്തത് കൊണ്ട് മറ്റേ വ്യക്തി വിചാരിക്കുന്നുണ്ടായിരിക്കും ദൈവം അവരെ കൂടെയാണ് ഇരിക്കുന്നത്. ഇല്ല, ദൈവമക്കളാണോ, ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണോ, ദൈവത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തികളാണോ, ആ വ്യക്തി കരയുന്നുണ്ടെങ്കിൽ ദൈവം ആ വ്യക്തിയുടെ കണ്ണുനീര് കാണുന്നവനാണ്. ഹൃദയ നുറുക്കത്തോടെ ആ വ്യക്തി കരയുന്നുണ്ടെങ്കിൽ ദൈവം അത് കണ്ടിട്ട് അവളുടെ കളപ്പുര ദൈവം നിറയ്ക്കുവാനിടയായിത്തീരും. അവളുടെ കളപ്പുര ദൈവം നിറയ്ക്കും, അവളെ അനുഗ്രഹിക്കും. അവൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ദൈവം കാര്യങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ എന്തിനെങ്കിലും ചൊല്ലി ഭാരപ്പെടുന്നോ, പ്രയാസപ്പെടുന്നോ, നിങ്ങൾ വേദനിക്കുന്നുണ്ടോ, നിങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തികളെ ചൊല്ലി നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ, വേദനിക്കുന്നുണ്ടോ? ദൈവമക്കളെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന നാളുകൾ അടുത്തിരിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന നാളുകൾ അടുത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കളപ്പുര നിറയുവാൻ തുടങ്ങും. നിങ്ങളുടെ കളപ്പുര നിറയുവാൻ തുടങ്ങും. നിങ്ങൾ തൊടുന്നതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാൻ തുടങ്ങും. നിങ്ങൾക്ക് നഷ്ടമായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പലതും
നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാൻ ഇടയായി തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. ദൈവമക്കളെ, നിങ്ങൾ തളർന്നു പോകാതെ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ദൈവത്തെ നിലവിളിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കെതിരായി നിൽക്കുന്ന, നിങ്ങളെ നശിപ്പിക്കുവാൻ നോക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിൽ കയറി നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുവാൻ നോക്കുന്ന, കുടുംബത്തെ അസമാധാനം കൊണ്ടിട്ട് കുടുംബത്തെ തട്ടിയെടുക്കുവാൻ നോക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവ കോപമിറങ്ങുവാൻ, ദൈവത്തിൻ്റെ ശാപമേറിയ കരം, ഭാരമേറിയ കരം ഇറങ്ങുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. നമ്മുടെ വേദനകൾ, കണ്ണുനീരുകൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. മറ്റുള്ളവരോടല്ല, ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന വാഗ്ദത്ത പ്രകാരം, നിങ്ങളുടെ കളപ്പുര ദൈവം നിറയ്ക്കുമെന്നുള്ള വാഗ്ദത്ത പ്രകാരം ആ കളപ്പുര നിറയുവാൻ തുടങ്ങും. നിങ്ങളുടെ കണ്ണുനീര് ദൈവം തുടയ്ക്കുവാനിടയായി തീരും. ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ മേൽ ചലിക്കുകയും ദൈവത്തിൻ്റെ ഭാരമേറിയ കരം മറ്റേടത്ത് ചലിക്കുവാനും ഇടയായിത്തീരും. നിങ്ങളെ തകർക്കുവാൻ നോക്കിയ, നിങ്ങളെ നശിപ്പിക്കുവാൻ നോക്കിയ, നിങ്ങളെ കണ്ണുനീരിലാക്കിയ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കോപം ഇറങ്ങുവാൻ ഇടയായിത്തീരും. ദൈവം അനുഗ്രഹിക്കുമെന്ന് ദൈവമക്കളായ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കും, ദൈവം മാനിക്കും, ദൈവം ഉയർത്തും. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിന്ദിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാം, നിങ്ങൾ പരിഹാസത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം, വേദനയുടെ അവസ്ഥയിലായിരിക്കാം. പക്ഷേ നിങ്ങൾ ഈ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക. എൻ്റെ കളപ്പുര ദൈവം നിറയ്ക്കും, ഞാൻ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കും ദൈവം എന്നുള്ള ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക. ദൈവസന്നിധിയിൽ നിങ്ങൾ കരയുന്ന ഓരോ കണ്ണുനീരും ദൈവത്തിൻ്റെ തുരുത്തിയിൽ ദൈവം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കണ്ണുനീര് തുടയ്ക്കുവാനായിട്ട് കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളുടെ കളപ്പുര നിറയ്ക്കുവാനായി തുടങ്ങും. ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ചലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതത്തെ ചെയ്യുന്നവനാണ്. ദൈവം ഇന്നും അത്ഭുതവനാണ്. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. ദൈവം ഇന്നും ന്യായം നടത്തിത്തരുന്ന ദൈവമാണ്. ന്യായം നടത്തിത്തരുന്ന ദൈവമാണ്. ആ ന്യായം നടത്തിത്തരുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ കളപ്പുരകളെല്ലാം ദൈവം നിറയ്ക്കട്ടെ. നിങ്ങൾ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾക്കതൊരു അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, അത് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ തൊടുന്നതെല്ലാം അനുഗ്രഹമായി തീരട്ടെ. ഈ വചന പ്രകാരം നിങ്ങളെ കളപ്പുരകൾ നിറയട്ടെ. നിങ്ങളെ കളപ്പുരകൾ നിറയട്ടെ. നിങ്ങൾ സമൃദ്ധിയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സമൃദ്ധിയാൽ അനുഗ്രഹിക്കപ്പെട്ട്, സമൃദ്ധിയാൽ അനുഗ്രഹിക്കപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. അത്ഭുതം ദൈവം ചെയ്യുവാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം. അത്ഭുതം ദൈവം ചെയ്യുവാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവം അത്ഭുതവാനാണ്. ദൈവം അത്ഭുതവാനാണ്, അതിശയവാനാണ്. ദൈവം അത്ഭുതവാനും അതിശയവാനുമാണ്. ദൈവം അതിശയങ്ങൾ ചെയ്യുവാൻ പോകുന്നു. ദൈവമക്കളെ, നിങ്ങൾ ഈ വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറിയ കളകളെ ദൈവം എടുത്തു മാറ്റിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കളപ്പുരകൾ നിറയുവാൻ പോകുന്ന നിമിഷങ്ങളാണ്. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുവാൻ പോകുന്ന ദൈവമക്കളെ, അതിനായി നിങ്ങൾ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ച് ഒരുങ്ങിയിരിക്കുക. ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കട്ടെ. ദൈവസന്നിധി താഴ്ന്നിരുന്ന് ദൈവത്തോട് മാത്രം വേദനകൾ പങ്കിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവമക്കളെ, ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കുവാൻ തുടങ്ങും. ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനിടയായിത്തീരും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശു അത്ഭുതവാനാകിയാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ഈ വചനപ്രകാരം നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.